കറി ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിക്കുന്നു. കടയിൽ നിന്ന് കുറച്ച് കൂൺ മേടിച്ചു. പണ്ട് വീട്ടിലൊക്കെ പറമ്പിൽ നിന്ന് കൂണ് പറിച്ച് കറി വയ്ക്കുമായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു. അപ്പം ഇവിടെ കൂൺ കണ്ടപ്പോൾ ഒരു പൊതി കൂൺ കറി എങ്ങനെയാണെന്ന് നോക്കാം. അതിനകത്ത് കുറച്ച് കൂണ് വൈറ്റും ഉണ്ട്, ബ്രൗൺ കളറും ഉണ്ട്. ഞാൻ ബ്രൗണാണ് മേടിച്ചത്. അതിനകത്ത് ഇതേ രീതിയിൽ കൂണ് അരിയുക. ഈ വലുപ്പത്തിൽ അരിഞ്ഞിട്ട് കഷ്ണമാക്കുക. നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് അരിഞ്ഞ് കഷ്ണമാക്കുക. അതിനകത്ത് കുറച്ച് കൂണ് വൈറ്റും ഉണ്ട്, ബ്രൗൺ കളറും ഉണ്ട്. ഞാൻ ബ്രൗണാണ് മേടിച്ചത്. അതിനകത്ത് ഇതേ രീതിയിൽ കൂണ് അരിയുക. ഈ വലുപ്പത്തിൽ അരിഞ്ഞിട്ട് കഷ്ണമാക്കുക. നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് അരിഞ്ഞ് കഷ്ണമാക്കുക. എന്നിട്ട് ഇത് സാധാരണ പണ്ട് ഈ പറമ്പിൽ നിന്ന് എടുക്കുമ്പോൾ നമ്മൾ വെള്ളത്തിൽ കുറച്ച് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് വെക്കാറുണ്ടായിരുന്നു. അത് വിഷമൊന്നും ഉണ്ടാകാതിരിക്കാനാണ്. ഇത് കൃഷി ചെയ്യുന്നതിൻ്റെ ആവശ്യമില്ല. പക്ഷേ എന്നാലും പഴയ ഓർമ്മയ്ക്ക് ഞാൻ ശകലം മഞ്ഞപ്പൊടി ഇട്ടിട്ട് അതിനകത്ത് കൂണിട്ട് കുറച്ച് നേരം വെക്കാമെന്ന് വിചാരിക്കുകയാണ്. ഇതിലൊക്കെ ചെറിയ ഇതുണ്ടെങ്കിൽ കിടക്കട്ടെ ചുമ്മാ. അതിനകത്തൊക്കെ ഇച്ചിരി ആ കൂൺ നമ്മൾ എടുത്തത്ര, ഞാനിത് കുറച്ച് എടുക്കുന്നുള്ളൂ, കുറച്ച് കൂണിട്ട് വയ്ക്കുക. അത് കുറച്ച് നേരം ബാക്കിയുള്ള കാര്യങ്ങളാകുന്നവരെ ഒന്ന് റെഡി ആയിരിക്കട്ടെ. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വഴറ്റാൻ എണ്ണ, ഓയിൽ, ഇത് സൺഫ്ലവർ ഓയിലാണ്. അതുപോലെ തന്നെ സവാള കുറച്ചരിഞ്ഞത്, കുറച്ച് തക്കാളി, പിന്നെ കറിവേപ്പില, സ്റ്റൈലിൽ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇടിച്ച് കുറച്ചുകൂടെ പറ്റാവുന്നത്ര പേസ്റ്റ് ആക്കുക. അല്ലെങ്കിൽ മിക്സിക്കകത്തിട്ട് അടിച്ച് പേസ്റ്റ് ആക്കിയാലും മതി. ചെറിയ തക്കാളി ഇട്ട് ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം ടേബിൾ സ്പൂൺ കണക്ക് ഒന്നും ഇടുന്നില്ല. എനിക്ക് ഏകദേശം ചെയ്യുന്ന രീതിയിൽ അതനുസരിച്ചിട്ട്. പിന്നെ ഗരം മസാല ഉണ്ട്. ഗരം മസാല പക്ഷേ ഞാനിപ്പോൾ ഇടുന്നില്ല. അതൊന്ന് വേവിച്ച് കറിയായി കഴിയുമ്പോൾ അതിനകത്ത് നമ്മുടെ മഷ്റൂം കൂടി ഇട്ടിട്ട് നമ്മുടെ ഗരം മസാല ലാസ്റ്റ് ആഡ് ചെയ്യും. അന്നേരം കുറച്ചുകൂടെ ടേസ്റ്റ് കൂടും. അപ്പോൾ ഒന്ന് വാങ്ങിയെടുത്താൽ ഇപ്പോൾ ഗരം മസാല കുറച്ചിട്ടാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് വരും. ഇത് ആ മുളകിൻ്റെയും മല്ലിയുടെ ഒക്കെ ആ ഒരു ചെറിയ ഒരു ചുവ മാറുന്ന വരെ നമ്മളിങ്ങനെ ഇളക്കി കൊടുത്ത് ജസ്റ്റ് ഒന്ന് ചൂടാക്കുക. അതിൻ്റെ ആ ഒരു പച്ചപ്പ് ചുവ മാറുന്ന വരെ ജസ്റ്റ് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. കുറച്ച് 2-3 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തതാണ്. അതിനകത്തേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇടുക. റെഡിയാക്കി വെച്ച് കഴിയുമ്പോൾ
നല്ലപോലെ ജസ്റ്റ് ഇളക്കി കൊടുക്കാം. അടച്ച് ഒരു 2-3 മിനിറ്റ് ഇരുന്ന് തിളയ്ക്കട്ടെ. ഇനി നമ്മൾ മഷ്റൂം ഇടുകയാണ്. മഷ്റൂം ഇടുക. ഇനി മഷ്റൂമിൽ നിന്ന് വെള്ളം ഇറങ്ങും. അപ്പോൾ അത് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇനി അടച്ചു വെച്ച് വേവിക്കുക. കുറച്ച് വെന്ത് നല്ലപോലെ ആകുമ്പോൾ കുറച്ച് ഗരം മസാല ഇടുക. എന്നിട്ട് വാങ്ങുന്ന സമയത്ത് കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ച് വാങ്ങാറായപ്പോൾ നമ്മൾ ഇച്ചിരി ഗരം മസാല നമ്മളിതിനകത്ത് കുറച്ച് ആഡ് ചെയ്യും. ഗരം മസാല കുറച്ച് എന്നിട്ട് ഇളക്കി കൊടുക്കുക. തീ ചെറിയ ഫ്ലെയിമിലേ വെക്കാവൂ. ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് ടൊമാറ്റോ സോസ് ആഡ് ചെയ്യും. ടൊമാറ്റോ സോസ് കുറച്ച് ഗോൾഡ് മഞ്ചൂരിയനൊക്കെ ഉണ്ടാകുമ്പോൾ ടൊമാറ്റോ സോസ് ഒഴിക്കുന്ന പോലെ ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിക്കും. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. അപ്പം ഇത്രയേ ഉള്ളൂ. ഇനി നമ്മുടെ മഷ്റൂം കറി റെഡി.